സൈനിക മേധാവി അവനൊരു നമ്പർ 1 ഫ്രോഡ് തന്നെയാണ്. കാരണം അയാളെക്കുറിച്ചുള്ള ഒരുപാട് വിവരങ്ങൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. 2500 കോടിയിൽ അധികം രൂപ ഈ ഒരാഴ്ചക്കുള്ളിൽ പാകിസ്ഥാനിൽ നിന്ന് അവൻ്റെ ബന്ധുക്കൾക്ക് ട്രാൻസ്ഫർ ചെയ്തതിൻ്റെ വിവരങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അപ്പോൾ ഈ യുദ്ധം ആയില്ല. കാരണം യുദ്ധമായിട്ട് നമ്മൾ പ്രഖ്യാപിച്ചിട്ടില്ല. അവരാണ് പ്രഖ്യാപിച്ചതും അടിച്ചതുമൊക്കെ. നമ്മൾ തിരിച്ചടിക്കും. കാരണം നമ്മളെ ദ്രോഹിച്ച തീവ്രവാദികളുടെ ക്യാമ്പുകൾ ആക്രമിക്കുന്ന കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ചെയ്ത്. അത് കൊള്ളേണ്ടടുത്ത് കൊണ്ടു. കാരണം ഈ പറയുന്ന തീവ്രവാദികളെയൊക്കെ വളർത്തിക്കൊണ്ടിരിക്കുന്ന പരിപോഷിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ പാകിസ്ഥാൻ ഭരണകൂടത്തിന് കൊള്ളും, ഈ സൈനിക മേധാവിക്ക് കൊള്ളും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇത്രയും ദിവസത്തിൽ നമ്മൾ ചെയ്ത കാര്യങ്ങൾ 2-3 ദിവസം കൊണ്ട് നമ്മൾ അടിക്കാൻ തുടങ്ങിയപ്പോൾ ഒരു രക്ഷയില്ല. ഡ്രോണുകൾ, മിസൈലുകൾ, അങ്ങനെ എന്തെല്ലാം തൊടുത്ത് വിട്ടു. ഒന്നും ഭാരതത്തിലേക്ക് എത്തുന്നില്ല, നമ്മുടെ രാജ്യത്തേക്ക് ഇന്ത്യയിലേക്ക് എത്തുന്നില്ല. എല്ലാം തകർക്കാനും അതിനുള്ള പരിശീലനം നേടിയ ആൾക്കാർ രാജ്യത്തിന് അത്രയും ശക്തിയുണ്ട്. അതവർക്കറിയത്തില്ലായിരുന്നു. ഇപ്പോൾ അവർക്ക് ബോധ്യമായിട്ടുണ്ട്. പക്ഷേ എന്നാൽ ഈ അസീം മുനീർ എന്ന് പറയുന്ന സൈനിക മേധാവിക്ക് ഇത് മനസ്സിലായിട്ടില്ല. ഇപ്പോൾ അദ്ദേഹത്തോട് ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയ്ക്ക് എനിക്ക് പറയാനുള്ളൊരു വാക്ക്, ഇന്ത്യയിലെ 5 ഭാഷകൾ എനിക്കറിയാം. പക്ഷേ അസീം മുനീറിനോട് പറയാനായിട്ട് എൻ്റെ മാതൃഭാഷയായ മലയാളത്തിനേക്കാളും രാഷ്ട്രഭാഷയായ ഹിന്ദിയേക്കാളും ബെറ്ററായിട്ട് എനിക്ക് തോന്നുന്നത് തമിഴാണ്. കാരണം ആ ഭാഷയ്ക്കൊരു ദമ്മുണ്ട്. അപ്പോൾ അസീം മുനീർ, तू सुन रहे तो सुनो, तुम कुछ भी करो, നീ എന്നെ വേണമാ പണ്ണലാം. हिंदुस्तान का, भारत का ഒരു മയിര് കൂടെ പിടുങ്ങ മുടിയാതെ. हमारा एक बाल भी बाका नहीं कर सकता. यही तमिल में बोल सकता है, बोलना चाह रहा है. असीम मुनीर, 2 कोड़ी का चुतिया, तुम हिंदुस्तान का मयूर कूट पुड़ंग मुड़ियाद, मुड़िया पंडिपार. जय हिंद.